ഫ്രണ്ട്സ്, പ്ലാന്റിന്റെ മറ്റൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഈ മാസത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം, ക്രിസ്മസ് ആണ്. അപ്പൊ നമ്മുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ കുഞ്ഞു ഗിഫ്റ്റ്സ് ഒക്കെ കൊടുക്കാൻ പറ്റിയ അടിപൊളി പ്ലാന്റ്സ് ആയിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. അതും ഓഫർ റേറ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അടിപൊളിയായിട്ടുള്ള സാൻസവേരിയയുടെ കുറച്ച് വെറൈറ്റീസ് ആണ് വന്നിരിക്കുന്നത്. എല്ലാം നല്ല ക്യൂട്ട് ആയിട്ടുള്ള മിനിയേച്ചർ പ്ലാന്റ്സ് ആണ്. അധികം ഹൈറ്റ് ഒന്നും വയ്ക്കാത്ത രീതിയിൽ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ്സ്. അപ്പൊ നമുക്ക് സമയം കളയാതെ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന പ്ലാന്റ്സ് എല്ലാം മിനിയേച്ചർ വെറൈറ്റി ആണ്. സ്നേക്ക് പ്ലാന്റിന്റെ ഒരുപാട് ഹൈറ്റ് വെക്കത്തില്ല. ഇപ്പൊ ഈ വീഡിയോയിൽ കാണുന്ന ആ ഒരു സൈസ്, അതിനെക്കാട്ടി കുറച്ചും കൂടെയൊക്കെ സൈസ് വെക്കത്തുള്ളൂ പ്ലാന്റ്സ്. ഇങ്ങനെ തന്നെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ്. പിന്നെ ഇതിന്റെ റേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇതിൽ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന ഏത് പ്ലാന്റ് എടുത്താലും റേറ്റ് വരുന്നത് 200 രൂപയാണ്. പക്ഷേ ഇതിൽ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഓഫർ വരുന്നുണ്ട്. ആ ഓഫർ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ആയിരിക്കും പറയുന്നത്. അപ്പൊ നമുക്ക് സമയം കളയാതെ ഓരോ വെറൈറ്റി ആയിട്ട് കാണാം. ആദ്യത്തെ വെറൈറ്റി എന്ന് പറയുന്നത് ട്വിസ്റ്റഡ് സ്നേക്ക് പ്ലാന്റ്, ട്വിസ്റ്റഡ് വെറൈറ്റിയിലെ ആദ്യത്തെ പ്ലാന്റ് ആണ്. അപ്പൊ ഈ ഒരു സൈസ് ആണ്. ഞാൻ കൈ വെക്കുമ്പോൾ ഈ ഒരു സൈസ് ഒക്കെയാണ് പ്ലാന്റിന് വരുന്നത്. ട്വിസ്റ്റഡ് സ്നേക്ക് പ്ലാന്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ഇലകൾ ഇതേപോലെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ടായിരിക്കും, ഇങ്ങനെ വളഞ്ഞിട്ടായിരിക്കും കാണപ്പെടുന്നത്. അപ്പൊ ഫസ്റ്റ് തന്നെ കളർ ഷെയ്ഡ് നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റും. ഒരു ഡാർക്ക് ഗ്രീൻ ആണ് ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. പിന്നെ ചെറിയ രീതിയിലുള്ള ഒരു യെല്ലോ ഷെയ്ഡും കൂടെ കയറി വരുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ വെറൈറ്റി. നിങ്ങൾക്ക് ഇതിൽ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഞാൻ അത്യാവശ്യം കുറച്ച് സമയം ഇത് കാണിക്കുന്നുണ്ട്. അപ്പൊ പ്ലാന്റ് വേണ്ടവർ ഇതിന്റെ സ്ക്രീൻഷോട്ട് പെട്ടെന്ന് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പം. ഓർഡർ പ്ലേസ് ചെയ്യാൻ എളുപ്പം അതായിരിക്കും. അതുകൊണ്ട് കുറച്ച് സമയം ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ വെറൈറ്റി ഇതാണ് കേട്ടോ. രണ്ടാമത്തത് ഈ ട്വിസ്റ്റഡിൽ തന്നെ കുറച്ചുകൂടെ യെല്ലോ ഷെയ്ഡ് കയറി വന്നിട്ടുള്ള പ്ലാന്റ് ആണ്. പക്ഷെ മറ്റ് പ്ലാന്റിന്റെ അത്രയും ലീഫിന് വളവില്ല. ഈ ഒരു സൈസിലാണ് പ്ലാന്റ് വന്നിരിക്കുന്നത്. ഇതിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു യെല്ലോ ഷെയ്ഡ് കുറച്ച് കൂടുതലായിട്ട് കയറി വന്നിരിക്കുന്നത് കാണാനായിട്ട് പറ്റും. ചെറിയൊരു വളവൊക്കെയാണ് പ്ലാന്റിന്റെ ലീഫിന് വരുന്നത്. ഇതിൽ കുറച്ച് യെല്ലോ ഷെയ്ഡ് കയറി വന്നിട്ടുണ്ട്. ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് കേട്ടോ. അപ്പം രണ്ടാമത്തെ പ്ലാന്റ് ഇതാണ്. നിങ്ങൾക്ക് ഒന്നുകൂടെ കാണിച്ചു തരാം. സ്ക്രീൻഷോട്ട് എടുക്കേണ്ടവർ പെട്ടെന്ന് എടുത്തോളാം കേട്ടോ. ഇതാണ് പ്ലാന്റിന്റെ കളർ ഷെയ്ഡ് വരുന്നത്. അപ്പൊ സൈസ് ഏകദേശം എല്ലാം പ്ലാന്റ് ഒരേ സൈസ് തന്നെയാണ്. ഈ ഒരു സൈസാണ് പ്ലാന്റ് വരുന്നത് കേട്ടോ. ഇത് വെച്ച് എന്റെ കൈവച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് സൈസ് ക്ലിയർ ആയിരിക്കും. നല്ല അടിപൊളിയായിട്ടുള്ള കളർ പാറ്റേൺ വരുന്നതാണ്. അപ്പൊ ഇതില് പ്ലാന്റ്സ് എല്ലാം ഇതേപോലത്തെ ബ്ലാക്ക് പോട്ടിൽ വരുന്നതുകൊണ്ട് നമ്മൾ ഈ പ്ലാന്റ്സ് എല്ലാം വിത്ത് പോട്ടായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത്. വിത്ത് പോട്ട് ആകുമ്പോഴത്തേക്ക് പ്ലാന്റിന് യാതൊരു തരത്തിലുള്ള ഡാമേജോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല. അപ്പൊ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ വെറൈറ്റി എന്ന് പറയുന്നത്. മൂന്നാമത്തതും ഒരു ചെറിയ ട്വിസ്റ്റഡ് വെറൈറ്റി തന്നെയാണ്. നമ്മളെ നോർമൽ സ്നേക്ക് പ്ലാന്റ് ഉണ്ടല്ലോ, നമ്മുടെ വീടുകളിലൊക്കെ എല്ലാവരുടെ വീടുകളിലും കാണപ്പെടുന്ന സ്നേക്ക് പ്ലാന്റിന്റെ പോലെ തന്നെ ലീഫിന് കുറച്ച് ഹൈറ്റ് വരും. അതിന്റെ ലീഫ് ഇതേപോലെ ട്വിസ്റ്റഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അടുത്ത് വേറൊരു പ്ലാന്റ് കാണിച്ചിട്ട് ഇതുപോലെ ട്വിസ്റ്റഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. പ്ലാന്റ് ഈ ഒരു ഹൈറ്റ് ആണ് വരുന്നത്. ഇതിന്റെ കളർ ഷെയ്ഡ് നിങ്ങൾക്ക് ഇതിൽ നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റും. ഇങ്ങനെ കാണിക്കാവേ, നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ എളുപ്പത്തിന്. ഇതില് ലീഫിന്റെ കളർ ഷെയ്ഡ് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. നടുക്ക് നല്ല ഡാർക്ക് ഗ്രീനും ബോർഡറിൽ മാത്രമായിട്ട് യെല്ലോ കളറാണ് വരുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ പ്ലാന്റ്. ഇതും ഒരു ട്വിസ്റ്റഡ് പ്ലാന്റ് തന്നെയാണ് കേട്ടോ. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഈ ഒരു വെറൈറ്റി ആണ്. നല്ല ഭംഗിയായിട്ടുള്ളതാണ്. നമ്മൾ നേരത്തെ കാണിച്ച പ്ലാന്റ്സ് എല്ലാം ഒരു പോട്ടിൽ ഒരു ഷൂട്ട് വീതേ വരുന്നുള്ളൂ. പക്ഷെ ഇതിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 2-3 ഷൂട്ട്സ് ഇതിൽ കാണാനായിട്ട് പറ്റും. അപ്പൊ ഇതിന്റെ കളർ വന്നിട്ട് ഗ്രീൻ കളറാണ് വന്നിരിക്കുന്നത്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. ഒരു വൈറ്റ് കളർ പോട്ടിലോ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് കളർ സെറാമിക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. ഇതിന്റെ കളർ ഷെയ്ഡ് നിങ്ങൾക്ക് ഇതിൽ നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റും. നല്ല ഗ്രീൻ കളർ വന്നിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. പക്ഷെ ഇതിലൊരു 2-3 പ്ലാന്റ്സോളം വരുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ബുഷി ആയിട്ടുള്ള ഒരു ടൈപ്പ് പ്ലാന്റ് ആണ് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ നാലാമത്തെ വെറൈറ്റി. സ്ക്രീൻഷോട്ട് എടുക്കേണ്ടവരൊക്കെ പെട്ടെന്ന് എടുത്തോളൂ കേട്ടോ. അടുത്ത നമ്മുടെ അഞ്ചാമത്തെ വെറൈറ്റി എന്ന് പറയുന്നത് സ്നേക്ക് പ്ലാന്റിൽ തന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റിയാണ്. ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഇത് നല്ല അത്യാവശ്യം സൈസൊക്കെ ഉള്ള പ്ലാന്റ് ആണ്. ഒരു പ്ലാന്റ് കൂടെ ഞാൻ എടുത്ത് കാണിക്കാം. നമ്മൾ എടുക്കുമ്പോൾ അത്യാവശ്യം സൂക്ഷിച്ചെടുക്കണം. കാരണം ഇതിന്റെ ടോപ്പ് ഭാഗത്ത് നല്ല വെയിറ്റ് ആണ് ഈ സാധനമേ. അതുകൊണ്ടിട്ടാണ്. ഈ ഒരു പ്ലാന്റ് ആണ്. നല്ല ഭംഗിയാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതുപോലെ
ഇങ്ങനെ ഇലകൾ ഇങ്ങനെ ആയിരിക്കും വരുന്നത് കേട്ടോ. വേറെ ഇങ്ങനെ ക്രോസ് ആയിട്ട് ഇങ്ങനെ വരത്തില്ല, എല്ലാത്തിലും അങ്ങനെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു ക്ലോസ് ഞാൻ കാണിച്ചു തരാം. സൈസ് നിങ്ങൾക്ക് ഇതിൽ മനസ്സിലാവുമായിരിക്കും. ഈ ഒരു സൈസിലൊക്കെയാണ് വരുന്നത് കേട്ടോ. അപ്പൊ ഇതാ സ്ക്രീൻഷോട്ട് എടുക്കേണ്ടവർ പെട്ടെന്ന് എടുത്തോളാം കേട്ടോ. ഇതാണ് അടുത്ത വെറൈറ്റി. അടുത്തതെന്ന് പറയുമ്പോൾ ഈ ലോട്ടസ് ടൈപ്പിൽ വരുന്ന ഒരു 3 വെറൈറ്റി ആണ്. അപ്പൊ അതിൽ ആദ്യത്തേന്ന് പറയുന്നത് ഈ ഒരെണ്ണമാണ്. ഇതില് കുറച്ച് ഗ്രീൻ ഷെയ്ഡ് കൂടുതലും യെല്ലോ വന്നിട്ട് ചെറിയൊരു ലൈൻ ആയിട്ടാണ് കാണുന്നത്. പ്ലാന്റിന്റെ സൈസ് ഈ ഒരു സൈസാണ്. നിങ്ങൾക്ക് ഇതിൽ നോക്കുമ്പോൾ അതിന്റെ ഷെയ്ഡ് നന്നായിട്ട് അറിയാൻ പറ്റും. ഞാൻ ഒരു പ്ലാന്റും കൂടെ എടുത്ത് കാണിച്ചു തരാം. ഇതില് യെല്ലോ ഷെയ്ഡ് കുറവായിരിക്കും. ഈ ഒരു കളർ ഷെയ്ഡാണ് വരുന്നത്. അപ്പൊ ഇതാണ് ലോട്ടസ് ഇതിൽ വരുന്ന ആദ്യത്തെ വെറൈറ്റി എന്ന് പറയുന്നത്. അടുത്ത രണ്ടാമത്തെ വെറൈറ്റി എന്ന് പറയുന്നത് അതിൽ തന്നെ കുറച്ച് യെല്ലോ ഷെയ്ഡ് ഇങ്ങനെ കയറി വരും. ഇത് അടുത്തൊരു വെറൈറ്റിയാണ്. കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാം ഒരുപോലെ തോന്നുമെങ്കിലും ഞാൻ നിങ്ങൾക്ക് ഈ 2 പ്ലാന്റ് ഒരുമിച്ച് കാണിച്ചു തരാം. ഇതിൽ നോക്കുമ്പോൾ രണ്ടിന്റെയും ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. കളർ ഷെയ്ഡ് നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത്. ഇതിൽ നോക്കുമ്പോൾ കുറച്ച് യെല്ലോ കൂടുതലായിട്ട് വരുന്നതാണേ. അടുത്തത് ഈ ലോട്ടസ് ഇതിൽ വരുന്ന ടൈപ്പിൽ ഈ പ്ലാന്റ് ചെയ്ത് ഇതിന്റെ ലീഫിന് തന്നെ നമ്മുടെ ഈ ലോട്ടസിന്റെ പെറ്റൽസ് ഉണ്ടല്ലോ, അതിന്റെ ഒരു ഷേപ്പാണ് വരുന്നത്. നിങ്ങൾക്ക് ഇതിൽ നോക്കിയാൽ ലീഫിന്റെ സ്ട്രക്ചർ നോക്കിയാൽ മനസ്സിലാവും. വീഡിയോ കുറച്ച് സമയം എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൽ കുത്തിക്കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ലീഫിനൊക്കെ എന്തെങ്കിലും ഡാമേജ് വരും. അതുകൊണ്ടാണ് കുറച്ച് സമയം എടുത്ത് ചെയ്യുന്നത്. അപ്പൊ അടുത്തത് ഈ ലോട്ടസ് ഇതിൽ തന്നെ ഭംഗിയുള്ള ഒരു ടൈപ്പാണ് കേട്ടോ. ഇപ്രാവശ്യം വന്ന സ്നേക്ക് പ്ലാന്റ്സിൽ തന്നെ എനിക്ക് പേഴ്സണലി കുറച്ച് ഇഷ്ടമായ ഒരു വെറൈറ്റിയാണ്. ഇതിൽ നോക്കുകയാണെങ്കിൽ ഇതിന്റെ യെല്ലോ കളറാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ. ഇത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയാൻ പറ്റത്തില്ല. ഈ പ്ലാന്റ് ഇങ്ങനെ കൂട്ടത്തോടെ ഇരിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ. അപ്പൊ അതിൽ നിങ്ങൾക്ക് അടുത്ത് കാണിച്ചു തരാം. ഈ ഒരു കളർ ഷെയ്ഡാണ് വരുന്നത്. ഇതിന്റെ സെന്ററിലായിട്ട് ഒരു ലൈറ്റ് ഗ്രീൻ കളർ ഷെയ്ഡ് വരുന്നുണ്ട്. പിന്നെ ബോർഡർ ആയിട്ട് വരുന്ന നല്ലൊരു ലൈറ്റ് യെല്ലോ ഷെയ്ഡാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. അതിന്റെ ഒരു 2 പ്ലാന്റ് ഒക്കെ ഇതേപോലെ കാണിച്ചു തരാൻ നിങ്ങൾക്ക് നല്ല രസമുണ്ട് കേട്ടോ. അപ്പൊ എനിക്ക് ഇപ്രാവശ്യം വന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ പ്ലാന്റ് ആണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പൊ പ്ലാന്റിന്റെ സൈസ് ഒക്കെ വരുന്നത് ഈ ഒരു സൈസാണ് കേട്ടോ. പിന്നെ ലാസ്റ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി എന്ന് പറയുന്നത് അത് പക്ഷേ കുറച്ച് പീസേ വന്നിട്ടുള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ വന്നിട്ടുണ്ട്. ഇത് വന്നിട്ട് ഈ പ്ലാന്റ് വന്നിട്ട് കുറച്ച് യെല്ലോ വന്നിട്ട് നല്ല കൂടുതലായിട്ട് മിഡിൽ പോർഷനിൽ യെല്ലോയും വന്നിട്ട് ബോർഡറിൽ ഡാർക്ക് ഗ്രീനും വരുന്ന ഒരു ടൈപ്പാണ് കേട്ടോ. അപ്പൊ ഇതിലൊരു 2-3 ലീഫ് ഇതിപ്പോ കാണുന്ന പോലെ 2-3 ലീഫേ വന്നിട്ടുള്ളൂ. അപ്പൊ ഈ പ്ലാന്റ് ഒരു 5-6 പീസേ വന്നിട്ടുള്ളൂ കേട്ടോ. ഇതിന്റെ കൂട്ടത്തിൽ കയറി വന്നതാണ്. പക്ഷെ ഇത് വേറൊരു വെറൈറ്റി ആണ്. അപ്പൊ ഈ ഒരു സൈസൊക്കെയാണ് പ്ലാന്റ് വരുന്നത്. എല്ലാത്തിനും ഒരു 2-3 ലീഫാണ് വരുന്നത് കേട്ടോ. അപ്പൊ ഈ വീഡിയോയിൽ കാണിച്ച ഇത്രയും പ്ലാന്റ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ ഇതിൽ ഏതെങ്കിലും പ്ലാന്റ് വേണമെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് അതിന്റെ സ്ക്രീൻഷോട്ട് ഇടുക. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവണമെന്നില്ല. ഇതിന്റെ കളർ വന്നിട്ട് എല്ലാത്തിലും യെല്ലോയും വരുന്നുണ്ട്, ഗ്രീനും വരുന്നുണ്ട്. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവത്തില്ല. അപ്പൊ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ഇടുകയാണെങ്കിൽ നമുക്കും കുറച്ച് എളുപ്പമായിരിക്കും, നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഓഫർ എന്താണെന്നുള്ളത്. അപ്പോൾ റേറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇതിന് നമ്മൾ സിംഗിൾ പ്ലാന്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇതിലിപ്പോ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റ് മാത്രം മതി എന്നാണെങ്കിൽ ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് 200 രൂപയാണ്. ഈ ഒരു പ്ലാന്റ് ഇതിൽ ഏത് പ്ലാന്റ് ആണെങ്കിലും സിംഗിൾ പീസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ റേറ്റ് വരുന്നത് 200 രൂപയാണ്. പക്ഷെ നിങ്ങൾ 5 പ്ലാന്റിൽ കൂടുതൽ എന്ന് വെച്ചാൽ 5ഓ 5-ലധികം പ്ലാന്റോ എടുക്കുകയാണെങ്കിൽ ഒരു പ്ലാന്റിന്റെ റേറ്റ് 180 രൂപയാവും. എന്ന് വെച്ചാൽ ഒരു പ്ലാന്റിൽ നിന്ന് 20 രൂപ വെച്ച് കുറയാം. അപ്പൊ 5 പ്ലാന്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് 100 രൂപ കുറവ് വരെയാണ് ചെയ്യുന്നത്. പിന്നെ പ്ലാന്റിന്റെ റേറ്റ് പോകെ നമുക്ക് കൊറിയർ ചാർജ് എക്സ്ട്രാ വരും. ഇതില് ഓരോ പ്ലാന്റിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് നമ്മൾ പാക്ക് ചെയ്യുന്ന ബോക്സിന് വെയിറ്റ് കൂടുതലായിരിക്കും. അപ്പൊ വെയിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും കൊറിയർ ചാർജ് വരുന്നത്. അപ്പൊ ഓഫർ ഞാൻ ഒന്നുകൂടെ പറയാം.
സിംഗിൾ പ്ലാന്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇതിൽ കാണിച്ച ഏത് പ്ലാന്റ് ആണെങ്കിലും 1, 2, 3, 4 പ്ലാന്റ് വരെ എടുത്താലും റേറ്റ് വരുന്നത് 200 രൂപയാണ് കേട്ടോ. പക്ഷെ നിങ്ങൾ 5 പ്ലാന്റ് ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ ഒരു പ്ലാന്റിന് 180 രൂപ വെച്ചിട്ടാണ് വരുന്നത്. അപ്പൊ 5 പ്ലാന്റ് എടുക്കുമ്പോൾ മൊത്തത്തിൽ 100 രൂപ നിങ്ങൾക്ക് കുറയും. അപ്പൊ അതാണ് നമ്മുടെ ഓഫർ. അപ്പൊ ഇതിൽ കാണിച്ച ഏതെങ്കിലും പ്ലാന്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഈ പ്ലാന്റിന്റെ സ്ക്രീൻഷോട്ട് അയക്കുക. സ്ക്രീൻഷോട്ട് അയച്ച് ഓർഡർ കൺഫേം ചെയ്യുക. പ്ലാന്റ്സ് മിക്കവാറും നമ്മൾ ഈ വീക്ക് അയക്കാൻ പറ്റുന്ന എടുത്ത് നമ്മൾ അയക്കും, ഇല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് ആവും. അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ.